രാജ്യത്ത് 5G മൊബൈൽ സേവന ദാതാക്കൾക്ക് താങ്ങും തണലുമാകുന്നത് 4G സേവനത്തിലേക്ക് ചുവടുറപ്പിക്കുന്ന BSNL ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? വിവിധ 5G മൊബൈൽ സേവന ദാതാക്കൾക്ക് ടവറുകൾ വാടകയ്ക്ക് നൽകിയ ഇനത്തിൽ റെക്കോർഡ് വാടകയാണ് ഇത്തവണ BSNLന് ലഭിച്ചിരിക്കുന്നത്. മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോ ഇൻഫോകോമാണ് വാടക ഇനത്തിൽ BSNLന് ഏറ്റവും കൂടുതൽ പണം നൽകിയിരിക്കുന്നത്. 1055.8 കോടി രൂപയാണ് BSNLന് 2023-24 സാമ്പത്തിക വർഷം ടവറുകൾ വാടകയ്ക്ക് നൽകിയ ഇനത്തിൽ ലഭിച്ചത്. രാജ്യത്താകെ BSNLന്റെ വിവിധ സ്വകാര്യ കമ്പനികൾക്ക് വാടകയ്ക്ക് നൽകിയത് 12,502 ടവറുകളാണ്. ഇതിൽ 8,408 ടവറുകൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് റിലയൻസ് ജിയോ ഇൻഫോകോമാണ്. അതായത് ഭൂരിഭാഗം ടവറുകളും വാടകയ്ക്ക് നൽകിയത് ജിയോയ്ക്ക്. 2016 സെപ്റ്റംബറിലായിരുന്നു ജിയോ ഇൻഫോകോം സേവനം ആരംഭിക്കുന്നത്. ഇതിനു പിന്നാലെ 2017-18 കാലയളവിലായിരുന്നു ജിയോ വ്യാപകമായി BSNL ടവറുകൾ വാടകയ്ക്കെടുത്തത്. തുടർന്ന് ജിയോ 4G സേവനം രാജ്യത്താകമാനം പടർന്ന് പന്തലിക്കുകയായിരുന്നു. എയർടെൽ 2,415 ടവറുകളും വോഡഫോൺ 1,568 ടവറുകളും വാടകയ്ക്കെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ സിഫി 86 ടവറുകളും, MTNL 13 ടവറുകളും, ഫിഷറീസ് 6 ടവറുകളും, വിവാനെറ്റ് 5 ടവറുകളും, സംസ്ഥാന പോലീസ് 1 ടവറും വാടകയ്ക്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 14 വർഷമായി വാടക ഇനത്തിൽ BSNLന് ആകെ ലഭിച്ചത് 8,348.92 കോടി രൂപയാണ്. അംബാനിയുടെ ജിയോയും എയർടെലും ഉൾപ്പെടെ രാജ്യത്ത് സ്വകാര്യ മൊബൈൽ സേവന ദാതാക്കളെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ താരിഫ് കുത്തനെ ഉയർത്തിയിരുന്നു. ഇതോടെ വ്യാപകമായി ഉപഭോക്താക്കൾ BSNLിലേക്ക് പോർട്ട് ചെയ്തത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ സിഗ്നലിന്റെ അഭാവവും വേഗത കുറഞ്ഞ ഇന്റർനെറ്റ് സേവനവും ഉപഭോക്താക്കളുടെ മനമടുപ്പിക്കുന്നു. ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ ചിലവിൽ ലഭിക്കേണ്ട BSNL 5G സേവനങ്ങൾ ഇപ്പോഴും ലഭ്യമാകാത്തതിന് കാരണം ജിയോയാണെന്ന വാദം ബലപ്പെടുകയാണ്. ഇവിടെ വെറും ആരോപണം മാത്രമല്ല ജിയോയ്ക്കെതിരെയുള്ളത്. കുളയട്ടയെ പോലെ BSNLന്റെ രക്തം ഊറ്റിക്കുടിച്ച് തന്നെയാണ് ജിയോ വളർന്നത്. ജിയോയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതാവട്ടെ റിലയൻസിന്റെ ഇഷ്ടക്കാരായ NDA സർക്കാരും. BSNLന്റെ വളർച്ചയ്ക്ക് തുരങ്കം വെച്ചുകൊണ്ട് ജിയോയ്ക്കായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ BSNL 4G നെറ്റ്വർക്ക് റോൾ ഔട്ടിനായി ഉപകരണങ്ങൾ വാങ്ങാൻ ടെൻഡർ വിളിച്ചിരുന്നു. എന്നാൽ ടെലികോം എക്യുപ്മെന്റ് ആൻഡ് സർവീസസ് പ്രൊമോഷൻ കൗൺസിലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ടെൻഡർ നിർത്തിവെക്കുകയായിരുന്നു. അംബാനിയുടെ ജിയോ ഉൾപ്പെടെയുള്ള ബഹുരാഷ്ട്ര കമ്പനികൾക്ക് അനുകൂലമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തി ടെൻഡർ മേക്ക് ഇൻ ഇന്ത്യ നയം ലംഘിച്ചുവെന്നായിരുന്നു പരാതി. ടെൻഡറിന് പങ്കെടുക്കുന്ന കമ്പനികൾക്ക് 8,000 കോടി രൂപയുടെ വിറ്റുവരവും 20 ദശലക്ഷം 4G ലൈനുകളും ആവശ്യമെന്നായിരുന്നു ടെൻഡറിലെ വ്യവസ്ഥ. എന്നാൽ സർക്കാർ TEPCയുടെ പക്ഷം ചേർന്ന് 4G റോൾ ഔട്ട് മനഃപൂർവ്വം വൈകിപ്പിക്കുകയായിരുന്നു. എയർടെൽ, വോഡഫോൺ തുടങ്ങിയ സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർക്ക് നോക്കിയ, ഹുവായി തുടങ്ങിയ ആഗോള ടെക് ഭീമന്മാരിൽ നിന്ന് ഉപകരണങ്ങൾ വാങ്ങാൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ BSNLന് പ്രാദേശിക വെണ്ടർമാരിൽ നിന്ന് ഉപകരണങ്ങൾ വാങ്ങാൻ സമ്മർദ്ദമുണ്ടായി. നിലവാരമില്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ BSNLന്റെ നെറ്റ്വർക്ക് നവീകരണവും വിപുലീകരണവും വിഫലമായി. BSNLന് നൽകിയിരുന്ന സേവനങ്ങൾ വ്യാപകമായി ജിയോയ്ക്ക് കൈമാറിയത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു. രാജ്യത്തെ എല്ലാ എയർപോർട്ടുകളിലെയും റെയിൽവേ സേവനങ്ങളുടെയും ഇന്റർനെറ്റ് ദാതാവായി മോദി സർക്കാർ മുകേഷ് അംബാനിയുടെ ജിയോയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. 2015 ശേഷം സർക്കാർ BSNLന്റെ പരസ്യ ചെലവ് കുത്തനെ കുറച്ചു. ഉപഭോക്താക്കളെ ആകർഷിക്കാനും നിലനിർത്താനും കമ്പനിക്ക് സാധിക്കാതെയായി. 2005-ൽ 21% വിപണി വിഹിതം ഉണ്ടായിരുന്ന BSNLന് 2022 ആയപ്പോഴേക്കും അത് 10% കുറയുകയായിരുന്നു. 2022 മാർച്ചോടെ BSNLന്റെ നഷ്ടം 57,671 കോടി രൂപയായി. ഗാൽവാൻ താഴ്വരയിലുണ്ടായ ഇന്ത്യ ചൈന ഏറ്റുമുട്ടലിന് ശേഷം ദേശീയ സുരക്ഷ ചൂണ്ടിക്കാട്ടി ചൈനീസ് കമ്പനികളിൽ നിന്ന് ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് BSNLനെ വിലക്കി. എന്നാൽ ജിയോ ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികൾക്ക് ഈ വിലക്ക് ബാധകമായിരുന്നില്ല. ദേശീയ സുരക്ഷ ആശങ്കകൾക്കിടയിലും സെൻസിറ്റീവ് പ്രോജക്റ്റുകൾ ജിയോയെ സർക്കാർ ഏൽപ്പിച്ചു. മോദി സർക്കാരിന്റെ നയങ്ങളും നടപടികളും BSNLനെ നഷ്ടങ്ങളുടെ പടുകുഴിയിലേക്ക് തള്ളിയിടുകയായിരുന്നു. റിലയൻസ് ജിയോയ്ക്കും അതിന്റെ ഉടമ മുകേഷ് അംബാനിക്കും ഇതുണ്ടാക്കിയ നേട്ടം ചെറുതായിരുന്നില്ല. ഇന്ന് BSNLിൽ ബാക്കിയാകുന്നത് ആശങ്കകളും പ്രതിസന്ധികളും മാത്രമാണ്. ഏതു നിമിഷവും അന്ത്യശ്വാസം വലിക്കാൻ സാധ്യതയുള്ള ഒരു വെള്ളാനയായി BSNL മാറിക്കഴിഞ്ഞു. BSNLന്റെ മോദി ഒപ്പീസ് ചൊല്ലുന്ന ദിവസം വിദൂരമാകില്ലെന്നാണ് സ്വകാര്യവൽക്കരിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.